നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഡെയിലി ബ്രെഡിലേക്ക് സ്വാഗതം. ഞാൻ രചിത പ്രഭു. ഇന്നൊരു പുതിയ റെസിപ്പിയുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ചിലർക്കെങ്കിലും ഇതൊക്കെ അറിയാമെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്, അത് ഫ്രൈ ആയിട്ട് ഉത്സവങ്ങളൊക്കെ നടക്കുന്ന സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്ക് കുട്ടികൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നു, കുട്ടികളെന്നല്ല മുതിർന്നവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ് കോളിഫ്ലവർ ഫ്രൈ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് കോളിഫ്ലവറാണ്. 2 കോളിഫ്ലവർ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് തിളപ്പിച്ച വെള്ളം ഇതിലോട്ട് ഒഴിച്ചാണ് എടുത്തത്. കാരണം നമ്മൾ വെള്ളം തിളപ്പിച്ചതിലോട്ട് ഇതും കൂടെ ഇട്ട് വേവിക്കുകയാണെങ്കിൽ ഒരുപാട് വെന്ത് ഇതായിപ്പോൾ, അതുകൊണ്ടാണ് തിളച്ച വെള്ളം ഒഴിച്ചെടുത്തിരിക്കുന്നത്. കായപ്പൊടി, പെപ്പർ പൊടി, ഉപ്പ്, കറിവേപ്പില, പച്ചമുളക്, കോൺഫ്ലവർ, കാശ്മീരി ചില്ലി, സാദാ ചില്ലി, പിന്നെ എണ്ണയും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് മാഗ്നേറ്റ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതിലേക്ക് ഇത് ഇങ്ങനത്തെ സ്പൂണിനാണ്, ഇങ്ങനത്തെ സ്പൂണിന് 1 സ്പൂൺ ഒരു കുറച്ചും കൂടെ ആണെങ്കിൽ, കാരണം ചിലർക്ക് എരിവ് ഭയങ്കര ഇഷ്ടമായിരിക്കും, അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അത്ര ഇട്ടാൽ മതി. പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി, അതെന്തിനാണെന്ന് അറിയാമല്ലോ നമുക്കല്ലേ, കളറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഇത്രയും ഇതിനിട്ടാൽ മതിയാവേ. ഇനി കുറച്ച് ഉപ്പ് പൊടിയേ, ഇനി കുറച്ച് പെപ്പർ ഇതായിട്ട്. ഇത് ഇങ്ങനെ പെപ്പർ ഇടുമ്പോൾ 1-2 ഗുണം. അതായത് ഒന്ന് എരിവിൻ്റെ ഇതൊന്ന്, പിന്നെ ഒന്ന് ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ കുറച്ച് നമ്മുടെ ആരോഗ്യമൊക്കെ ഇവിടെ നോക്കണ്ടേ. ഇത് കുറച്ച് കായപ്പൊടി. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് ഒരല്പം കുറച്ച് വെള്ളം ഒരല്പം ഇങ്ങനെ ഒന്ന് നമുക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കത് മാഗ്നേറ്റ് ചെയ്യാം. ഇനി നമ്മളിതാ എടുത്തു വച്ചിരിക്കുന്ന കോൺഫ്ലവറാണ്. അത് കുറച്ച് വളരെ കുറച്ചാണ്, ഒരു ക്രിസ്പിക്ക് വേണ്ടിയിട്ടാണ്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാവേ, ഒരു ശകലം. എന്നാൽ ഇതൊന്ന് മാഗ്നറ്റ് ആവുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ഒരു 2 മിനിറ്റത്തേക്ക് നമ്മൾ മാറ്റി വയ്ക്കുകയാണ്. അതിൽ ഈ നമ്മൾ ചേർത്ത ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴത്തേക്ക് നമുക്ക് എണ്ണ ചൂടാക്കാമേ. നമുക്ക് പാന് ചൂടാക്കാനായിട്ട് വയ്ക്കാം. ആദ്യം സിമ്മിൽ വെച്ചിട്ട് കുറച്ചൊന്ന് ചൂടാകാനായിട്ട് കുറച്ചും കൂടെ ഒന്ന് ഫ്ലെയിമിൽ വയ്ക്കാം. പാത്രം ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടി വയ്ക്കാവേ, ഒന്ന് ശകലം, ഒരുപാടല്ല, കുറച്ച്. എണ്ണ ചൂടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കോളിഫ്ലവർ ഇതിലോട്ട് കുറേശ്ശെ ഇട്ട് കൊടുക്കാവേ. നമുക്ക് ഈ റെസിപ്പി അയച്ചു തന്നിരിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്ത് ബിന്ദു സന്തോഷാണ്. അപ്പോൾ ബിന്ദു സന്തോഷിൻ്റെ ഒരു ഹായ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയുണ്ടെന്നുള്ളത്. എന്നിട്ട് നമുക്ക് ബിന്ദുവിൻ്റെ ആ റെസിപ്പി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം. വൈകുന്നേരങ്ങളിൽ ചായ സമയത്തും അല്ലാണ്ട് വെറുതെ കുറിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്സാണ്.
എടുത്ത് വെച്ചേക്കുന്ന കറിവേപ്പിലാണ്. കറിവേപ്പില കുറച്ച്, കറിവേപ്പില നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. എന്നാലേ അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. ഒരു ക്രിസ്പി ആയിട്ടിരുന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കറിവേപ്പില നല്ല ക്രിസ്പി ആയിട്ട് മൂപ്പിച്ചെടുക്കാം.